72 വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന തിരുവനന്തപുരം ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് ബൈ ദ പീപ്പിൾ. തീരദേശ വാർഡുകൾ കൂടി ഉൾപ്പെട്ട ചിറയൻകീഴ് പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി ചർച്ചയാകുകയാണ്. ചരിത്രപ്രസിദ്ധമായ ശാർക്കര ദേവീക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോൾ. തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഈ തിരുമുറ്റത്ത് വരെ പടർന്നിരിക്കുന്നു. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്താണ് അവിടെ ഇപ്പോൾ LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. 19 വാർഡുകളാണ് ഈ പഞ്ചായത്തുള്ളത്. അതിൽ 12 വാർഡും LDF നേടി, 5 വാർഡുകൾ കോൺഗ്രസ്, 2 വാർഡുകൾ BJP. തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം എങ്ങനെയുണ്ട്? നല്ല ആവേശമാണ്. ഈ ചിറയൻകീഴ് പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഇവിടെ LDF ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള ഈ അധികാരം വീണ്ടും വീണ്ടും കിട്ടുമ്പോഴേ അധികാരത്തിൻ്റെ ഒരു മറ്റുള്ള സൈഡിലോട്ട് പോകും. പിന്നെ പൊതുവെ ഈ വികസനം എന്ന് പറയുന്ന ആൾക്കാരും അവരും രാഷ്ട്രീയക്കാരും വിചാരിച്ചിരിക്കുന്നത് റോഡുകളൊക്കെ താറിട്ട വികസനമായെന്നാണ്. അപ്പോൾ അതിവിടെ നടക്കുന്നുള്ളൂ. പൊതുവായിട്ട് വികസനത്തിനൊരു ടൈം ബൗണ്ട് പ്രോഗ്രാം ഉണ്ടാകും. പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ പാർട്ടി ബേസ്ഡ് വോട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ റോഡ് ഇവർ റീടാറിങ് ചെയ്യുന്നത് പറയുന്നത് ഈ തൊട്ടതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു മഴ വന്നാൽ അവിടെ നമുക്ക് ബോട്ടിറക്കാം. അവിടെ വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അത് ഈ ഇവിടുത്തെ ഈ കൺസ്ട്രക്ഷൻ വർക്കല്ല ഇവിടെ ഇൻ്റർലോക്കാണ് ചെയ്തത്. ഇപ്പോഴും വെള്ളം കെട്ടിനാണ് നിൽക്കുന്നത്. അതിനെതിരെ ഒരൊറ്റ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും ബോട്ടിൽ പോകുന്ന കണക്കാണ് ഈ റോഡ്. ഈ ശാർക്കര പറമ്പിൻ്റെ ബാക്കിൽ പോകും. നമ്മളങ്ങനെ പോകുന്നത്. തുടർന്നും LDF വരും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത്തരത്തിൽ ഉള്ള പ്രവർത്തനമാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വിമർശിക്കുന്നവർ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 വാർഡുകൾ തീരദേശത്താണ്. തീരദേശത്തെ കുടിവെള്ള പ്രശ്നമായാലും വൈദ്യുതിയുടെ വിഷയമായാലും അതുപോലെ അവിടെയുള്ള സ്കൂളിൻ്റെ പശ്ചാത്തലം, ആരോഗ്യമേഖലയുടെ പശ്ചാത്തലം എല്ലാം തന്നെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വളരെ നല്ല രീതിയിൽ വികസനം നടത്തിയിട്ടുണ്ട്. കയർ വ്യവസായം നന്നായി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ചിറയൻകീഴ്. ആ ഒരു പഴയ പ്രതാപം ഇപ്പോൾ അസ്തമിച്ചിട്ടുണ്ടോ? അല്ല, കയർ മേഖല പൊതുവേ ഇപ്പോൾ യന്ത്രവൽക്കരണ ഭാഗത്തേക്ക് മാറിയല്ലോ. അപ്പോൾ തൊഴിലാളികളുടെ ഒരു ക്ഷാമം നിലവിൽ ആ മേഖലയിലുണ്ട്. ഇടതുഭരണം തുടരും ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ എന്ന് തന്നെയാണോ? തീർച്ചയായും ഇടതുഭരണം തുടരും. നിങ്ങൾ ഈ പറയുന്ന വികസനമല്ല, ആ പെരുമാതുറയിൽ മനുഷ്യൻ്റെ ജീവന് ആരാ മറുപടി പറയാനുള്ളത്? വികസനം എന്ന് പറഞ്ഞാൽ റോഡോ കുളമോ തോടോ അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡോ ഇതൊന്നുമല്ല. മനുഷ്യൻ്റെ ജീവൻ ഉത്തരവാദിത്വം പറയാൻ ഈ സർക്കാരിനോ ഇവിടുത്തെ പഞ്ചായത്തുകൾക്കോ കഴിയുന്നില്ല എങ്കിൽ എന്ത് വികസനമാണ്? വികസനങ്ങൾ പല കാര്യങ്ങൾ നടന്നു എന്നും ഭരണകക്ഷി അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം? ഇവിടുത്തെ വികസനം എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കൊന്നുമില്ല. നമുക്കറിയാം, പാരമ്പര്യമായിട്ട് കച്ചവട സ്ഥാപനങ്ങൾ മാർക്കറ്റിൽ ചിറയൻകീഴ് പഞ്ചായത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ടകശാല മാർക്കറ്റ് പൊളിച്ചിട്ടിട്ട് 2 കൊല്ലം കഴിയുകയാണ്. ഇതുവരെയ്ക്കും അതിനെ പറ്റി ഒരു പരിപാടികളോ ഒന്നും നടത്താൻ പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇത് അത്യാവശ്യമായിട്ട് വരുന്നതെങ്കിൽ ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ വരാനുള്ളത്. ഇവിടെ രാത്രി വന്ന കാഷ്വാലിറ്റി ഇപ്പം നിങ്ങളൊരു 6 മണി 6:30 മണിക്ക് നോക്കിയാൽ മതി, ആൾക്കാർ ക്യൂ നിൽക്കണം. ഡോക്ടർമാരെ കുറിച്ച് ഒരു ഡോക്ടറാണ് ഉള്ളത്. ആക്സിഡൻറ്റ് വരും, പോലീസുകാർ പ്രതികളെ കൊണ്ടുവരും, അതൊക്കെ നമുക്ക് ഒറ്റ ഡോക്ടർ. അവർ എണീച്ച് പോകും വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ക്യൂ നിന്നാണ് ആൾക്കാർ കാണിക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായാലേ ചിറയൻകീഴ് വളരുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. യുവതലമുറ പ്രതിനിധി നിലയിൽ ഈ ഇലക്ഷനിൽ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്താണ് മാനദണ്ഡമായി സ്വീകരിക്കുന്നത്? അതായത് നമ്മുടെ ചിറയൻകീഴ് എന്നുള്ള പ്രദേശത്തെ നല്ലപോലെ മനസ്സിലാക്കി നല്ലപോലെ പഠിച്ച ഒരു വ്യക്തി തന്നെ അടുത്ത റൂളിംഗ് പാർട്ടിയായിട്ട് വരണം. ചിറയൻകീഴിൻ്റെ ചരിത്രം തന്നെ കിടക്കുന്നത് പുളിമുട്ടിക്കടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. അവിടുത്തെ ഒരു വള്ളംകളി മത്സരമുണ്ട് എല്ലാ തിരുവോണ സമയങ്ങളിൽ, ഓണ സമയത്തുള്ള. അത് നടന്നിട്ടൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടൊക്കെ വർഷങ്ങളായി. ഇപ്പം ആ ഏരിയ കണ്ടു കഴിഞ്ഞാൽ കാട് പിടിച്ചടക്കുകയാണ്. അപ്പോൾ ചിറയൻകീഴിൻ്റെ ചരിത്രം നമ്മൾ തിരിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഒരുപാട് ഈ കഞ്ചാവ് പരമായിട്ടും മയക്കുമരുന്ന് പരമായിട്ടും ഒരുപാട് വളർന്നു വരുന്നുണ്ട്. കുട്ടികൾ ഇപ്പോൾ അവരൊരു 18 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ യൂസിങ് കൂടി വരുന്നുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ടുകളുടെ ഒരു ഇല്ലായ്മയാണ് മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത്. കളിച്ച് വളരാൻ വേണ്ടി ഒരു ഗ്രൗണ്ടില്ല. ആ കൂടെ ഈ ഒരു ഗ്രൗണ്ട് ശാർക്കര പറമ്പ് മാത്രമേ ഇവിടെ താൽക്കാലികമായിട്ടൊരു ഗ്രൗണ്ടുണ്ട്. കൂടുതൽ ഗ്രൗണ്ടുകൾ വന്ന കുറച്ചുകൂടി ഇതൊക്കെ പിള്ളേരെയും മയക്കുമരുന്നിൽ നിന്നും കഞ്ചാവിൽ നിന്നൊക്കെ കുറച്ച് മാറാൻ ചാൻസ് കൂടുതലാണ്. ചിറയൻകീഴ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിക്കുന്ന നാടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള കയറും മറ്റുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴ് ഈ നാളികേരം ചെല്ലിയുടെ ആക്രമണം മൂലം
കംപ്ലീറ്റ് തെങ്ങ് നശിച്ചു. അവരോരോ പ്രതിവിധി പറയും കൃഷി ഓഫീസിൽ നിന്ന്, പക്ഷേ അതൊന്നും എഫക്റ്റ് ആയിട്ടില്ല. അതുപോലെ കയറെന്ന് വെച്ചാൽ പണ്ട് ആ പാട്ട് വരെ ഉണ്ടായിരുന്നു ചിറയൻകീഴിനെ പറ്റി, അതെല്ലാം നശിച്ചു പോയി. ഇതിനൊന്നും ബേസിക്കായിട്ടുള്ളൊരു ശ്രദ്ധ, ഈ ബേസിക്കായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അതിനൊന്നും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഓക്കെ, ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം. വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഉണ്ട്, അവകാശവാദങ്ങളുണ്ട്, അത് ശരിയല്ല എന്ന് പറയുന്ന ജനങ്ങളുമുണ്ട്. എന്തായാലും ഇടതുമുന്നണി ഈ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത്. അത് നിലനിർത്താൻ ഇടതുമുന്നണിക്ക് തവണ ആകുമോ, അത് അട്ടിമറി ഭരണം നേടാൻ കോൺഗ്രസിന് UDFന് കഴിയുമോ, NDAക്ക് BJPക്ക് 2 സീറ്റിൽ മുന്നേറാൻ കഴിയുമോ എന്നുള്ളത് ഡിസംബർ 9 ജനങ്ങൾ തീരുമാനിക്കും. ക്യാമറമാൻ രതീഷ് കട്ടരക്കൊപ്പം മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം.